ETV ഭാരത് ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങി KSRTC ഡ്രൈവർ യദു. മേയർക്കും MLAക്കുമെതിരെ കേസെടുക്കാത്തതിനെതിരെയും തനിക്കുണ്ടായ മാനനഷ്ടത്തിനും ഹർജി നൽകും. KSRTC ഡ്രൈവറും മേയറുമായുണ്ടായ തർക്കത്തിൽ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിലും പ്രതിഷേധം. BJP UDF അംഗങ്ങൾ ബഹളമുണ്ടാക്കി. കൗൺസിലർമാർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്ന് K സുധാകരൻ. ജയരാജൻ അഴിമതിയുടെ കൊട്ടാരം കാത്തുസൂക്ഷിക്കുന്ന പ്രധാന കക്ഷി. ജയരാജനെ തൊട്ടാൽ കൊട്ടാരം കത്തുമെന്നും സുധാകരൻ. EP ജയരാജനെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഭയമാണെന്ന് രമേശ് ചെന്നിത്തല. വടകരയിൽ വർഗീയ പ്രചാരണം നടത്തിയത് CPM ആണെന്നും ഷാഫി പറമ്പിലിന്റെ വിജയം ഉറപ്പായതിനാലാണ് കള്ളപ്രചാരണം അഴിച്ചുവിടുന്നതെന്നും ചെന്നിത്തല. ശോഭാ സുരേന്ദ്രനെതിരെ DGPക്ക് പരാതി നൽകിയെന്ന TG നന്ദകുമാർ. K സുധാകരനുമായി ഗൂഢാലോചന നടത്തിയാണ് തന്നെയും EP ജയരാജനെയും മാധ്യമങ്ങളിലൂടെ അവഹേളിക്കാൻ ശ്രമിച്ചതെന്നും നന്ദകുമാർ. ലൈംഗികാരോപണത്തിൽ കുടുങ്ങിയ JDS MP പ്രജ്വൽ രേവണ്ണയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. തീരുമാനം സ്വാഗതം ചെയ്ത് BJP. മോദിയുടെ മൂന്നാം ടേമിൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് അമിത്ഷാ. ജമ്മു കാശ്മീരിൽ സെക്ഷൻ 370 തിരികെ കൊണ്ടുവരാൻ സമ്മതിക്കില്ലെന്നും അമിത്ഷാ. വേനൽ ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. കൂടുതൽ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. പാലക്കാട് ഓറഞ്ച് അലർട്ട്. ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് കളക്ടർ. SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 8-ന്. +2 പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 9-ന്. 11 ദിവസം നേരത്തെയാണ് ഇത്തവണ ഫലപ്രഖ്യാപനമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു. രോഹിത് ശർമ്മ നയിക്കും. മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ETVbharat.com സന്ദർശിക്കുക.